ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളും പിന്നെ മുഖത്തിൻ്റെ തിളക്കത്തിനും വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആര്യ വേപ്പിലയും പച്ചമഞ്ഞളുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആര്യവേപ്പിലയും പച്ചമഞ്ഞളും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ആര്യവേപ്പില എനിക്ക് കുലുന്ത് കിട്ടിയിട്ടുണ്ട്, ബാക്കി കുറച്ച് മൂത്തതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാമൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മഞ്ഞളുടെയും ആര്യവേപ്പിലിൻ്റെയും ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ഗുണങ്ങളുള്ള 2 സാധനങ്ങളാണല്ലേ ഇത്. മഞ്ഞൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളുണ്ട്. ആര്യവേപ്പിലയും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ളൊരു ഇലയാണല്ലേ. അപ്പോൾ നല്ല ഗുണങ്ങളുള്ള 2 സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഗുണങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്തെ ചെറിയ കുരുക്കളും കറുത്ത പാടുകളൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ മാറാനും പിന്നെ നമ്മുടെ മുഖമൊന്ന് തിളങ്ങി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 6 തണ്ടാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞളും. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ജാറിൽ അരിഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കല്ലിലാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അരയില്ല. പച്ചമഞ്ഞളായതുകൊണ്ട് പ്രത്യേകിച്ച് അരയാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാറ്റി വെച്ച ഒരു പീസ് മഞ്ഞളും 6 തണ്ട് ആര്യവേപ്പിലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം പറഞ്ഞാൽ നല്ല മണമാണ്. എനിക്ക് ഇതിൻ്റെ മണം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ. ഈ ആര്യവേപ്പില ഉണ്ടല്ലോ, എൻ്റെ മോന് കുഞ്ഞതായിരിക്കുമ്പോൾ ചേട്ടൻ ഓരോ ചെറിയ കുലുന്തായിട്ട് വായിലിട്ട് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അറിയത്തേയില്ല, അപ്പോൾ അങ്ങനെ കഴിച്ചു പോകും. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ കഴിക്കട്ടോ. കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ കുലുന്ത ഇലയായിരിക്കണം കേട്ടോ. ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മഞ്ഞൾ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം, പരുവത്തിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമഞ്ഞളായതുകൊണ്ട് കുറച്ച് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇലയൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൈയൊക്കെ നന്നായിട്ട് കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം, അല്ലാതെ ഇരുന്നാലും ചിലപ്പോൾ ഒരുപാട് ലൂസായി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞളായതുകൊണ്ട് പെട്ടെന്ന് അരയും, പക്ഷേ ഒരു തരിതരിപ്പ് ഉണ്ടാവും, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. വേപ്പിലയും ഇതും കൂടി ആയപ്പോൾ കണ്ടില്ലേ. പക്ഷേ മൈ പോലെ അരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. കുറച്ച് തരി ഉണ്ടാകും, കാരണം കുറച്ചല്ലേ നമ്മൾ പച്ചമഞ്ഞൾ എടുത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി നമുക്ക് കേട്ടോ. അതാണ് മെയിൻ. അപ്പോൾ ഒരുപാട് അരയാത്തതായിട്ടില്ല, എന്നാലും ഏകദേശം ഒരു ഇത്തിരി അരിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു തരിയുണ്ട്, അത് സാരമില്ല. അപ്പോൾ ഈ പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായാലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഒഴുകി പോകും. അപ്പോൾ ഈ പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിലേക്ക് അത് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇത് കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സ്മെല്ല് വരും, ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ആ സ്മെല്ലൊക്കെ ഒന്ന് സഹിച്ചിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾ നല്ല സ്മെല്ലാണ്, പക്ഷേ വേപ്പില ചെറിയൊരു കയ്പ്പൊക്കെ അല്ലേ. കയ്പ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ടേ. നമുക്ക് കയ്പ്പും ചവർപ്പൊക്കെ വന്ന് ഇഷ്ടമില്ലാത്തവരാണ് കൂടുതൽ പേരും. മധുരമാണല്ലോ കൂടുതൽ പേർക്ക് ഇഷ്ടം. അപ്പോൾ ഒന്ന് സഹിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് പാടുകളും കുരുക്കളൊക്കെ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തെ കുരുക്കളും പാടുകളൊക്കെ മാറി മുഖത്തിന് നന്നായിട്ട് തിളക്കം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.